അല്ലമീൻ, ഇപ്പോൾ കൊട്ടിക്കലാശം നല്ല വിജയകരമായി തന്നെ 3 മുന്നണികളും പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുത്തെ നിറപ്പകിട്ടാർന്ന മത്സരമാണ് നടന്നത്. അതിനൊടുവിൽ ഇപ്പോൾ നേതാക്കൾ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കും അല്ലേ? എന്താണ് ഈ അവസാന മിനിറ്റിലെ അവരുടെ ഒരു കണക്കുകൂട്ടൽ, UDF ക്യാമ്പിലെ കണക്കുകൂട്ടൽ? വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും UDFനുണ്ട് സ്മൃതി. ഞാനൊന്ന് നിന്നോട്ടെ. അതിനിടെ കാരണം ആ ആത്മവിശ്വാസവും അവരുടെ പ്രതീക്ഷയുമൊക്കെ വലിയ രീതിയിൽ ഉയർത്തുന്ന വിധത്തിലാണ് ഇന്നത്തെ കലാശക്കൊട്ട് നടന്നത്. പ്രവർത്തക പങ്കാളിത്തവും ഈ റോഡ് ഷോ കടന്നു വന്ന വഴികളിലെ ആളുകളുടെ സ്വീകരണവും സാന്നിധ്യവും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് UDF ക്യാമ്പിനെ എത്തിച്ചിട്ടുണ്ട്. അവരിപ്പോഴും പറയുന്നത് ഈ വിവാദങ്ങൾ പലതും ഉയർന്നെങ്കിലും താഴെത്തട്ടിൽ വോട്ട് ചോദ്യ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ അവരെല്ലാം ഉന്നയിച്ചത് ജനകീയ വിഷയങ്ങളാണ്, മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അതുതന്നെയാണ് താഴെത്തട്ടിൽ റൂട്ട് ലെവലിൽ ചർച്ചയായത്. അതുതന്നെയാണ്. പക്ഷേ വിവാദങ്ങൾ അത് പുറമെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാധ്യമങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജനകീയ വിഷയങ്ങളെ അതേ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് എന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ LDFും BJPയും അവർ പലപ്പോഴും UDFനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതിന് ഒരേ സ്വരമായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ നമ്മോട് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് BJPയും CPMും പോയി. ആ സമയത്ത് അവർ ഒരുമിച്ച് കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയ്ക്കാണ് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ സാക്ഷിയായത് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഇത്തരത്തിൽ വിവാദങ്ങളും ആരോപണങ്ങളും വലിയ രീതിയിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ പ്രചരണത്തിനും അത്രത്തോളം മൂർച്ചയേറിയിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. വലിയ മുതിർന്ന നേതാക്കൾ, പല ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് താഴെ തട്ടിൽ ഉൾപ്പെടെ പ്രവർത്തനം ഉറപ്പാക്കുകയും ബൂത്ത് ലെവലിൽ ഉൾപ്പെടെ വോട്ടുറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രചരണ രംഗത്ത് കണ്ട വീറും വാശിയും ആവേശവും ചൂടും ചൂരും പൂർണ്ണമായും ഈ കലാശക്കൊട്ട് വേദിയിലും പ്രകടമായിട്ടുണ്ട്. അതിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനിയുള്ള മണിക്കൂറുകൾ, ഇന്ന് രാത്രിയും നാളത്തെ പകലും നാളത്തെ രാത്രിയും മറ്റന്നാൾ പുലരുവോളം ഇനി മുന്നണികൾക്ക്, UDFനെ സംബന്ധിച്ച് മറ്റു മുന്നണികൾക്കും ഏറെ പ്രധാനം അവരുടെ വോട്ടുകൾ ഇനി ഉറപ്പിക്കുക. ആ വോട്ടുകൾ ഉറപ്പായും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കുക. അതിനോടൊപ്പം ഏതെങ്കിലും വിധത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടർമാരുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള വോട്ട് ബെൽറ്റുകൾ ഉണ്ടെങ്കിൽ ആ ബെൽറ്റുകളിലെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനി അവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ന് രാത്രിയും നാളത്തെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറിലുമൊക്കെ കാണാനാവുക. വലിയ ആവേശം. ഇന്നിപ്പോൾ രമേശ് പിഷാരടി, KPCC അധ്യക്ഷൻ മുനവർ അലി തങ്ങൾ, ഒപ്പം സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ കടന്നു വന്നത്. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നാലും UDF ക്യാമ്പിന് വലിയ ഉണർവും ആത്മവിശ്വാസവും ഈ വിവാദങ്ങളും മറ്റും കൊഴുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടെയുള്ള പ്രചരണത്തിന്റെ സമാപന വേദി അത് UDF ക്യാമ്പിന് വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട് സ്മൃതി.